നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിലെ ഫെസ്റ്റിവൽ സിറ്റി മോളിൽ വൻ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മോളിലേക്കുള്ള ലുലു പ്രവേശന കവാടത്തിന് തീ പിടിച്ചതായും അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ സ്ഥലത്തെത്തി തീ അണച്ചതായും ദൃക്സാക്ഷികൾ വ്യക്തമാക്കി. ഐഗിയ, മാർക്സ് ആൻഡ് സ്പെൻസർ, സെന്റർ പോയിന്റ്, കാറെഫോർ എന്നിവയുടെ ആസ്ഥാനമാണ് ഫെസ്റ്റിവൽ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം ലുലു ഹൈപ്പർ മാർക്കറ്റിന് പുറത്ത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിന്റെ തെക്ക് വശത്ത് ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായി എന്നാണ് ഫെസ്റ്റിവൽ സിറ്റിയിൽ നിന്നുള്ള ഒരു പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അധികൃതർ മിനിറ്റുകൾക്കുള്ളിൽ സ്ഥലത്തെത്തുകയും പെട്ടെന്ന് തന്നെ തീ കെടുത്തിക്കളയുകയും ചെയ്തു. ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മോൾ അഗ്നി സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ആഗോള നയങ്ങളും നടപടിക്രമങ്ങളും പിന്തുടരുകയാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല എന്നും സംഭവത്തിൽ ഒരു അന്വേഷണം നടത്തുമെന്നും ഫെസ്റ്റിവൽ സിറ്റി അധികൃതർ വ്യക്തമാക്കി. ദുബായിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ വലിയ തീപിടുത്തമാണിത്. നേരത്തെ അൽഗൂസിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിരുന്നു. അൽഗൂസ് വ്യാവസായിക മേഖലയിലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അൽഗൂസിലെ വ്യാവസായിക മേഖലയുടെ വടക്ക് വശത്താണ് തീപിടുത്തം ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞയാഴ്ച ദുബായിലെ ബുർജ് ഖലീഫയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു MR ടവറിന് തീപിടിച്ചിരുന്നു. നവംബർ 7 പുലർച്ചെയാണ് 35 നിലകളുള്ള കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നാണ് വാർത്താ ഏജൻസികൾ പറയുന്നത്. ദുബായിലെ ഡൗൺ ടൗണിലെ ഉയർന്ന കെട്ടിടങ്ങളിലൊന്നിൽ തീപിടുത്തമുണ്ടായി. സംഭവം അറിഞ്ഞ് അസോസിയേറ്റഡ് പ്രസ് ജേർണലിസ്റ്റ് സ്ഥലത്തെത്തുമ്പോഴേക്കും തീ അണച്ചിരുന്നു എന്നാണ് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്യുന്നത്. എമിറേറ്റിലെ സർക്കാർ പിന്തുണയുള്ള ഡെവലപ്പറായ MR8 ബൊളിവാർഡ് വാക്ക് എന്ന ടവറുകളുടെ ഭാഗമായ കെട്ടിടത്തിൽ തീപിടുത്തത്തിൽ നാശനഷ്ടം സംഭവിച്ച ചിത്രങ്ങൾ പുറത്തുവന്നു. അതേസമയം ദുബായ് പോലീസും സിവിൽ ഡിഫൻസും തീപിടുത്തം സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. എമിറേറ്റ്സ് അധികൃതരും സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ 2015 പുതുവത്സര രാവിൽ ബുർജ് ഖലീഫയ്ക്ക് സമീപമുള്ള ദുബായിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഹോട്ടലുകളിലും വസതികളിലും ഒന്നായ അഡ്രസ് ടൗണിൽ തീ പടർന്നിരുന്നു. ഇതിനുശേഷം രാജ്യത്ത് ഉപയോഗിക്കുന്ന അഗ്നി പ്രതിരോധ മാർഗങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും സുരക്ഷയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. 2013 15 മീറ്ററിൽ കൂടുതൽ, അതായത് 50 അടി ഉയരമുള്ള എല്ലാ പുതിയ കെട്ടിടങ്ങളിലും അഗ്നി പ്രതിരോധ മാർഗങ്ങൾ ആവശ്യമായി വരുന്ന തരത്തിൽ UAE അതിന്റെ കെട്ടിട സുരക്ഷാ കോഡ് പരിഷ്കരിച്ചിരുന്നു. എന്നാൽ പഴയ കെട്ടിടങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 2016 ഓഗസ്റ്റിൽ UAE തലസ്ഥാനമായ അബുദാബിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന 28 നില കെട്ടിടത്തിന് തീ പിടിച്ച് 10 എമർജൻസി സർവീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 13 പേർക്ക് പരിക്കേറ്റിരുന്നു. അതേ മാസം ആദ്യം ദുബായിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തിന് തീപിടിച്ചിരുന്നു. 2016 ജൂലൈയിൽ ദുബായിലെ റെസിഡൻഷ്യൽ 75 നിലകളുള്ള സുലഫ ടവറിൽ തീപിടുത്തമുണ്ടായിരുന്നു.